ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാട്ടോ. അപ്പോൾ ഞാൻ ഖത്തറിൽ വന്നതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് കിടന്നാലോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആസ് യൂഷ്വൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് ചായ വെക്കാം കേട്ടോ. അപ്പോൾ അതേ പാലൊക്കെ ഒഴിച്ച് അറിയാലോ, ഇവിടെ നമുക്കിങ്ങനെ ബോട്ടിൽ മിൽക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാലാണ്. ഇപ്പോൾ നമ്മളിതേ പഞ്ചസാരയും അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ലൊരു ചായ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫ്രൈഡേ ദിവസം കേട്ടോ. അപ്പോൾ ഫ്രൈഡേസിൽ ഇവിടെ ലീവാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റുള്ളത്. അപ്പോൾ കുറച്ച് സാവധാനം തന്നെ എല്ലാം ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഈ ചായയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാണ്. അപ്പോൾ ഇതേ നമ്മൾ ബെഡൊക്കെ നല്ല സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ അറിയാമല്ലോ. നമ്മളത് സിറം ഇടുന്നുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും റൂമിലിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് സൺസ്ക്രീൻ ഇടുന്നതെന്നല്ല, റൂമിലിരുന്നാലും നമ്മൾ സൺസ്ക്രീൻ ഇടുക കേട്ടോ. അപ്പോഴത്തേ മോയ്സ്ചറൈസറൊക്കെ എടുത്തിടുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ മാവ് മേടിച്ചിട്ട് അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപ്പും ചേർത്തെടുക്കാം. നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ദോശ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം ആയപ്പോഴേക്കും ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അപ്പം ആൾ നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു, നമ്മുടെ മൊസറല്ല ചീസാണ്. അപ്പോൾ ഞാനത് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഇതുപോലെ ഒന്ന് ദോശയിലൊന്ന് ഇട്ട് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചീസ് ദോശ കഴിക്കാനായിട്ട് പിന്നെ ബാക്കി വന്ന കുറച്ച് മാവെടുത്ത് ഒരു കുട്ടി ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശയ്ക്ക് കറി വേണമല്ലോ. അപ്പം ഇനി കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് കഴിച്ച സമയത്ത് കറി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആളുടെ ഫ്രണ്ടിനെ കൂടെ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ കറി കൂട്ടിയിട്ടാണ് പോയത് പാവം. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് ഒരു ഈസി പീസി ടൊമാറ്റോ കറി സെറ്റ് ചെയ്തെടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത്, പിന്നെ നമ്മുടെ ഈ ടൊമാറ്റോ, പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ആക്കിയെടുത്താലോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി ഞാൻ ദോശ വെച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഒരു ചീസ് ദോശയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും മൊസറല്ല ചീസ് ഇങ്ങനെ വലിഞ്ഞു വരില്ല, ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ പോയി കേട്ടോ. അപ്പോൾ നമ്മളത് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബോറടിച്ചിടുമ്പോൾ ഞാൻ കരുതി നമ്മുടെ വെഡ്ഡിങ് വീഡിയോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വാഷിംഗ് മെഷീനിൽ ഇടാണ്. അപ്പോൾ അങ്ങനെ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചോറ് വയ്ക്കലാണ്. അപ്പോൾ ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു റൈസ് ഇങ്ങനെയാണ്, നമ്മുടെ ബസ്മതി റൈസ് പോലെ ഇരിക്കും. ഇത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സവോളയും പിന്നെ അതുപോലെ ടൊമാറ്റോ, പച്ചമുളക് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കട്ട് ചെയ്തിട്ട്. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമില്ല, ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി
എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്താ പരിപാടി? ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ കറി ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ കഴിക്കാൻ പോകണം കേട്ടോ. കറി നന്നായോ? സൂപ്പറായി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയതിന് ശേഷം അടുത്ത ടാസ്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ വാങ്ങി വെച്ച കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിനുശേഷം അടിച്ചു വരിയിടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും വേസ്റ്റ് ഇതുപോലെ കവറിലാക്കിയിട്ട് പുറത്ത് നമ്മുടെ വേസ്റ്റ് ഇടാനുള്ള, അതായത് ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഇതുപോലത്തെ വേസ്റ്റ് ഇടാനായിട്ട് പുറത്തൊരു സംഗതി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കുള്ള ചായ റെഡിയാക്കാണ്. വേറെ ഒന്നുമില്ല, 2 ചായ രാവിലത്തെ പോലെ തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേഗം റെഡിയായിട്ട് സലാർ സിനിമയ്ക്ക് പോകാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ റിലീസിൻ്റെ അന്നാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പോയി കണ്ടു കേട്ടോ. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം കേട്ടോ, ഒന്ന് ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സിനിമയ്ക്ക് പോവാം. അങ്ങനെ ഞങ്ങളിതേ തിയേറ്റർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് സിനിമ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു സിനിമയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മൂവി തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയുള്ളൊരു ബ്ലാക്ക് ഒലീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഒത്തിരി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതുപോലെ ബൊഫേ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ക്രിസ്മസിനോടനുബന്ധിച്ചാണ്. അപ്പം നമ്മളിത് ക്രിസ്മസിൻ്റെ തലേ ദിവസം സലാർ റിലീസിൻ്റെ അന്നാണ് കണ്ടത്. പിന്നെ ഇതുപോലെ നമ്മൾ കുറേ ഐറ്റംസൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമായിട്ടുള്ള ഓരോന്ന് വാങ്ങി. ഇതുപോലെ ബട്ടർ നാൻ, ഗോബി മഞ്ചൂരിയൻ, പിന്നെ വീശപ്പം, പിന്നെന്താ പാൽക്കപ്പ വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ദോശ, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ വറുത്തരച്ചത് എല്ലാം ഉണ്ടായിരുന്നു. പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് നല്ല പാൽക്കപ്പയും ആ ഒരു ചിക്കൻ വറുത്തരച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പം സൂപ്പർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കഴിച്ചതിൽ. അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ ഡിന്നറും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.